ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി ഡെക്കോർ നോക്കിയാലോ. ഈ ഡെക്കോർ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ, ദീപാവലി ആണെങ്കിലോ, ഇപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവലിൻ്റെ സെലിബ്രേഷൻ, ദീപാവലി, ഓണം, അതുപോലെ തന്നെ ഇപ്പോൾ ഹൽദി, അങ്ങനെ എന്തെങ്കിലും ചെറിയ പരിപാടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള പാർട്ടി ഡെക്കോറാണ്. ഇനി ഒരു ഫങ്ഷനും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ 2 ഫോട്ടോസ് എടുക്കാനും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് കളർ പേപ്പേഴ്സാണ്. ഓറഞ്ചും യെല്ലോ കളർ പേപ്പേഴ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പേപ്പർ ഫാൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പേപ്പർ ഫാൻ ഉണ്ടാക്കി ആ 2 പേപ്പർ ഫാനിനെയും കൂടെ കൂട്ടി ഒട്ടിച്ച് ഒരു ബിഗ് റൗണ്ടാക്കി എടുക്കാൻ പോവാണ്. ഒരു ബിഗ് ഫ്ലവർ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പേപ്പർ ഫാൻ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സിഗ്സാഗിൽ ഫോൾഡ് ചെയ്യുക. അങ്ങനെ സിഗ്സാഗിൽ ഫോൾഡ് ചെയ്തിട്ട് പേപ്പർ ഫാൻസ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇനി വലിയ റൗണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 പേപ്പർ ഫാൻസ് ഉണ്ടാക്കിയിട്ട് എല്ലാത്തിൻ്റെയും സൈഡ്സ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഈ ഡെക്കോർസ് എല്ലാം വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫേബർ കാസലിൻ്റെ ഒരു ടാക്കിറ്റാണ്. ടാക്കിറ്റ് എന്നാണ് അതിൻ്റെ പേര്. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. 100 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ ഒരു പാക്കറ്റിന്. ഇത് റീയൂസബിളാണ്, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഞാൻ തന്നെ ഇപ്പോൾ ഈ പാക്കറ്റ് ഒരു 5 to 6 ഇയേഴ്സായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചൂയിങ്ങം പോലത്തെ ഒരു ടെക്സ്ചറായിരിക്കും. അത് നമുക്ക് ഒരു പീസ് തന്നെ മതി. പേപ്പർ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഫോട്ടോ ഫ്രെയിമൊക്കെ ആണെങ്കിൽ ആ ഫോട്ടോ ഫ്രെയിമിൻ്റെ 4 സൈഡിലും ഓരോ ടാക്കിറ്റ് ഒട്ടിച്ചു കൊടുക്കണം. ചില സമയത്തൊക്കെ നമ്മൾ ഏത് ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് ആണെങ്കിലും ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത് വാളിൽ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ടാക്കറ്റ് ആകുമ്പോൾ നമ്മളത് തിരിച്ചെടുക്കുമ്പോൾ പെയിൻറ്റ് പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ചെയ്യാൻ പോകുന്നത് നമ്മൾ വാഴയിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടുമല്ലോ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തത് ക്രെപ്പ് പേപ്പേഴ്സാണ്. ഗ്രീൻ കളർ ക്രെപ്പ് പേപ്പേഴ്സാണ് ഞാൻ ഉപയോഗിച്ചത്. ആദ്യം ഒരു ക്രെപ്പ് പേപ്പർ ഇങ്ങനെ നീളത്തിലെടുത്ത് അതിനെ ഒരു 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയതിന് ശേഷം നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓരോ പീസസിൻ്റെയും വീതി എന്ന് പറയുമ്പോൾ, വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വിരലിൻ്റെ വലിപ്പം, ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഏതൊരു വലിപ്പത്തിൽ വേണം അങ്ങനെ തോന്നുന്ന ഒരു രീതിയിൽ എടുക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ സിഗ്സാക്കായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ ഓരോന്നും മടക്കി കൊടുത്ത് നമ്മളിത് ഒരു നൂലിൽ കോർത്തെടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാലേ നമുക്കിതിങ്ങനെ ഹാങ്ങിങ്ങിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഓരോരോ പീസസായിട്ട് കട്ട് ചെയ്ത ഓരോരോ പീസസും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു നൂല് സൂചി യൂസ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ്. ഈ കോർത്തെടുക്കുന്ന ഓരോ പേപ്പേഴ്സും നമ്മൾ പിന്നെ അതൊന്ന് എക്സ്പാൻഡ് ആക്കി ഒന്ന് വിടർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ആക്കി അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഓരോന്നും തിരിച്ച് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ഉണ്ടാവും. വാഴയില തൂക്കിയ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത സെറ്റപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ കളേഴ്സും ഐഡിയാസും ഒക്കെ യൂസ് ചെയ്ത് കുറച്ചും കൂടി ഭംഗിയാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.